ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ടില്ലേ. അണ്ണൻ തിരിച്ച് പ്രവാസ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എന്താണ് നമുക്ക് നോക്കാം. ഞാൻ തീ കത്തിച്ച് അരി ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് തന്നെ ചെറിയ കലത്തിലെ വെള്ളം ചൂടാക്കിയിട്ടും കുടിക്കാനായിട്ട്, അങ്ങനെ രണ്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കാര്യങ്ങൾ സെറ്റാക്കണം. ഒന്നും സെറ്റാക്കിയിട്ടില്ല ഇതുവരെ. 2 ഗ്ലാസ് എടുത്ത് എനിക്ക് അണ്ണനുള്ള ചായ ഒഴിച്ച് ഹാളിൽ പോയി ചായയൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ചായ തണുക്കാനും വെച്ചിട്ട് ഹാളിൽ പോയി കുറച്ച് നേരം ടി വിയും കണ്ട് ചായയൊക്കെ കുടിച്ച്. എന്നും ഇങ്ങനെ സംഭവിക്കാറില്ല, ഇന്ന് സമയം കാണത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ സമയം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ അണ്ണനും പോയില്ല. അപ്പോൾ അണ്ണൻ്റെ കൂടെ പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ താഴെയിലൊക്കെ കുറച്ച് ചക്ക തന്നത് അരിഞ്ഞ് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തണുപ്പ് മാറാൻ വെളിയിലും വെച്ചു. കുറച്ച് അരിയും പയറും കൂടെ ഞാൻ കഴുകി കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും റെഡിയാക്കി വെച്ച് ചക്കയെല്ലാം അരപ്പ് പുരട്ടി അടുപ്പിനകത്ത് വെച്ചപ്പോഴത്തേക്കിനും കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കോവയ്ക്ക അരിഞ്ഞ് മെഴുക്കുവരട്ടിക്കും വെച്ച് കഞ്ഞിയെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തപ്പോഴത്തേക്കിനും അണ്ണൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി കുറച്ച് മീനും സാധനവും വാങ്ങിക്കാനും ഉണ്ട്, അണ്ണന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കണ്ടെന്ന് പോകാമെന്നും പറഞ്ഞ് റെഡിയായി. അങ്ങനെ പത്തനാപുരത്ത് അണ്ണന് വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ പത്തനാപുരത്തു നിന്ന് എടുത്ത്. അണ്ണൻ്റെ കൂടെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ അണ്ണന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പുനലൂർ പോകണമായിരുന്നേ. അപ്പോൾ നമ്മൾ എൻ കെയിലാണ് പോയിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ എൻ കെയിൽ പോകുന്നത്. ഞാനിവിടെ അടൂരും പത്തനാപുരത്തും മാത്രമേ ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ അവിടെ പോയി. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുത്ത ഡ്രസ്സും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് രാധാസിലോട്ട് പോയി. രാധാസിൽ ഈ പറഞ്ഞതിലോട്ട് എപ്പോഴും തിരക്കാം. രാധാസിൽ ഇപ്പോൾ ഓണമോ പെരുന്നാളോ ക്രിസ്മസോ അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴും രാധാസിൽ തിരക്കാം. നല്ല ഓഫറുണ്ട് ആ കടയിൽ. അപ്പോൾ എപ്പോഴും അവിടെ നല്ല ആൾക്കാരുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അണ്ണന് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പിന്നെ മീൻ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞു മീൻ വാങ്ങിക്കാനെ കൊണ്ട് നമ്മുടെ വെഞ്ചേമ്പിൽ പോകുന്ന വഴിക്ക് നല്ല കടയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കിനും അവിടെ മീനൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് തൊളിക്കോട് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തു നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീനെല്ലാം വാങ്ങിച്ച് പുനലൂർ തന്നെ കുറച്ച് പച്ചക്കറി സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നേ. അപ്പം തന്നെ ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് കഴിക്കാൻ ലേറ്റ് ആവുമെന്നും പറഞ്ഞുകൊണ്ട് അണ്ണൻ എന്നെ പിള്ളേരെ വീട്ടിലിറക്കി വിട്ടിട്ട് മറ്റേ അണ്ണനെയും കൊണ്ട് സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്നപ്പോൾ അടുക്കളയെല്ലാം നിരന്ന് മാറി കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ മീൻകറി വെക്കുന്ന ഒരു ഷോർട്സ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മീൻകറി എല്ലാം വെച്ചു. അപ്പോൾ അടുക്കളയിൽ പാത്രം എല്ലാം കഴുകാനും ഉണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് മീൻകറിയും വെച്ച് റോട്ടുമോരും കാച്ചിട്ട് പെട്ടെന്ന് ആ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ചിട്ട് പോയി നിസ്കരിച്ചിട്ട് ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് ചോറും ഒക്കെ കൊടുത്തു. അണ്ണനും ചോറൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കിനും സനുവണ്ണൻ വിളിച്ചിട്ട് ഇവർക്ക് ടൗണിൽ പിന്നെ സാധനം വാങ്ങിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് അണ്ണൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അണ്ണൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു ഷാന. അവൾ വന്നൊരു കടുങ്കാപ്പിയൊക്കെ ഇട്ട്. അങ്ങനെ ഞങ്ങൾ കടുങ്കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് സിറ്റൗട്ടിൽ പോയി കടുങ്കാപ്പിയും കുടിച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവിടെ ഇരുന്ന് കടുങ്കാപ്പിയൊക്കെ കുടിച്ച്. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കിനും അണ്ണൻ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് പുകച്ച് വൃത്തിയാക്കി മഗ്‌രിബിന് ബാങ്ക് വിളിച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞ്. അപ്പോൾ താഴേൽ അക്ക കയറി വന്നിട്ടുണ്ടായിരുന്നു. അക്കായുമായിട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നലെ കുറച്ച് സത്യം പറഞ്ഞാൽ നല്ല തിരക്കായിപ്പോയി. അണ്ണൻ പോകുന്ന ദിവസമല്ലേ, അപ്പം കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ കുറച്ച് കരിയാപ്പിലുണ്ടായിരുന്നു, അത് കഴുകി വെള്ളത്തിൽ ഇട്ട്. പിന്നെ അണ്ണൻ്റെ കുറച്ച് ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു, അതൊക്കെ തേച്ച് മടക്കി വെച്ചു. പിന്നെ അണ്ണൻ വന്നു. അണ്ണനുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അണ്ണൻ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പം കുഞ്ഞുങ്ങളും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്കിനും സമയം 11:30-ക്കായിരുന്നു അണ്ണൻ പോകുന്നത്. അങ്ങനെ അണ്ണൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മക്കൾ രണ്ടാളും നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് അണ്ണൻ പോകുന്നതുമുള്ള വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു 12:30-ഒക്കെ ആയപ്പോഴത്തേക്കിനും അണ്ണൻ പോയി. പിന്നെ അണ്ണൻ അൽഹംദുലില്ലാ അങ്ങ് എത്തി. അണ്ണൻ വിളിച്ചു, അണ്ണൻ എത്തി. പ്രവാസികളുടെ ജീവിതം എന്തുവല്ലേ. അപ്പോൾ ഓക്കെ.